ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. എല്ലാവരും ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കുന്നവരായിരിക്കും. ചിലവർക്കൊന്നും അത് ഉണ്ടാക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പെയിന്റിന്റെ ടിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഗ്ലാസ്, ഞാൻ സ്ഥിരമായിട്ട് മൈലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു പാത്രം തന്നെയാണ് ഇട്ടത്. അതാണ് ഇതുപോലെ ഇരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര ഇട്ടിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒരു 2 മാസം വരെയൊക്കെ നന്നായിട്ട് കളർ നെയിലിൽ പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ശർക്കര ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാതിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇനി ഞാൻ ഇതിലേക്കൊരു 5-8 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചായപ്പൊടി നല്ല കളറുള്ള ചായപ്പൊടി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. ഈ പഞ്ചസാര മെൽറ്റായി വരുമ്പോഴാണ് നമുക്ക് ഇതിൽ നിന്ന് നന്നായിട്ട് അതിൻ്റെ ആ ജ്യൂസ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം പഞ്ചസാര തന്നെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിക്കുന്ന ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കടയിൽ നിന്നൊന്നും മൈലാഞ്ചി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് മേൽമെഹന്തി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ ഗ്ലാസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം, ഗ്ലാസ്സൊക്കെ മാറ്റി വെക്കുക. കാരണം നന്നായിട്ട് കറ പിടിക്കും. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കേണ്ട കാര്യം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാൻ ഓൾറെഡി ഇപ്പോൾ കയ്യിലിട്ടിരുന്നു, അതൊക്കെ ഒന്ന് പോവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുത്തപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ ആ സ്പേസ് ഉള്ള ഭാഗത്ത് ഗ്ലാസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളത് പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് ഡയറക്റ്റായിട്ട് അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വെള്ളം ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. ഞാനിപ്പോൾ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആവിയൊന്നും പുറത്തേക്ക് അധികം പോവാത്ത രീതിയിലുള്ള നല്ല കവറായിട്ടുള്ള ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതുപോലുള്ളൊരു പാത്രമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിലുള്ള വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് നമ്മളിത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ നിന്ന് നമുക്ക് ജ്യൂസ് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് പുക മാത്രമേ പോകുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് ജ്യൂസ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്നും ഒന്ന് മാറ്റി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് നല്ലൊരു ബിസിനസ് പോലെ നമുക്കിത് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ജ്യൂസ് നമുക്കിവിടെ കളക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, എത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നല്ല കളറായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദ ഇട്ട് നമ്മൾ നെയിലിൽ ഇടാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം, കുറേ മൈദ ഇട്ടിട്ട് നമ്മളങ്ങ് മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് കട്ടയായിട്ട് പോകും. കുറച്ച് മൈദ ഇട്ടിട്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് മിക്സാക്കി കൊടുക്കുക. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടെ മൈദ ഒന്നിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഞാനൊരു പ്രാവശ്യം കയ്യബദ്ധത്തിൽ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിരുന്നു. അത് പിന്നെ കയ്യിലിട്ട് കൊടുത്ത സമയത്ത് നന്നായിട്ട് ഒലിച്ചിറങ്ങി ഇടാൻ പറ്റാത്തൊരു പരുവത്തിലായി വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മൈദയാണോ കോൺഫ്ലവർ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്നത് എൻ്റെ കയ്യിൽ തന്നെയാണ്. ഇപ്പോൾ ഓൾറെഡി കുറച്ച് മൈലാഞ്ചി ഉണ്ട്, എന്നാലും ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കാണിക്കുന്നത്. എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഏകദേശം ഞാൻ രാത്രി ഇട്ടിട്ട് ഒരു 2 മണിയായപ്പോൾ ഉണർന്നപ്പോൾ ഒന്ന്
ജസ്റ്റ് നോക്കിയപ്പോൾ നന്നായിട്ട് നമുക്കിവിടെ ചുമന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കൈ വാഷ് ചെയ്യുകയൊന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് കളഞ്ഞ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് രാവിലെയാണ് ട്ടോ വാഷ് ചെയ്യുന്നത്. നമ്മൾ ഇടുന്ന ആ ദിവസം നമുക്ക് നല്ല കളർ കിട്ടിക്കൊള്ളണമെന്നില്ല. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കളർ വരും കേട്ടോ നമ്മളുടെ കയ്യിന്. ഇപ്പോൾ കണ്ടില്ലേ, രാവിലെയുള്ള ഒരു വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. നന്നായിട്ട് കളറായിട്ട് നമ്മളുടെ കൈ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഡാർക്കാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയാവും. പക്ഷേ ഈ കളറാണ് ട്ടോ നല്ല ഭംഗി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഡാർക്കായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. സേവനാഴി ഇല്ലാതെ വളരെ എളുപ്പത്തിൽ കൈയൊന്നും വേദനിക്കാതെ പിഴിയാതെ നമുക്ക് എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം 2 ഗ്ലാസ് അരിപ്പൊടി ഞാൻ അടികനമുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കുക്കറിലാണെങ്കിൽ ഒന്നുകൂടെ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഡയറക്റ്റായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ചെയ്തെടുക്കരുത്. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ അത്. കുറച്ച് വെള്ളം അധികമായാലൊന്നും കുഴപ്പമില്ല, നമ്മളിത് മാവിൻ്റെ രൂപത്തിലാക്കിയെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അടുപ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് ഇത് കട്ടയായിട്ട് പോകും കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാലോ. ആ രീതിയിലാവുന്നത് വരെ നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് പത്തിരിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ അടുപ്പിലൊന്ന് വെച്ച് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ പിടിക്കുന്ന പരുവത്തിലാവുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ആ തവിയിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതിയാവും. വാട്ടിയെടുക്കുക, കുഴച്ചെടുക്കുക ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവ് പുറത്തെടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ മിക്സ് ആക്കിയിട്ടില്ലേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക എന്ന് മാത്രം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ മാവ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൽ കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാൽ കവർ എടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് നിറച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് സേവനാഴി ഇല്ലെങ്കിൽ നമുക്ക് ഇടിയപ്പം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ. ഏകദേശം ഇത്രയും ഞാനൊന്ന് നിറച്ച് കൊടുത്തതിന് ശേഷം ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഹോൾ ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഹോൾ ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത്രയ്ക്കൊന്നുമില്ല, കുഞ്ഞതായിട്ടൊന്ന് കൂടി പോയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും. വളരെ എളുപ്പത്തിൽ കുഞ്ഞു മക്കൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ മാവ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടും കൈ വേദനിക്കാതെ ടൈറ്റൊന്നും ആവാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും എന്ത് ഈസി ആയിട്ടാണ് നമ്മളിവിടെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഇതുപോലെ ഇഡലി തട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചോറ് തിന്നുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, അതിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ട് ആ ഓട്ടോ പാത്രം ഉണ്ടല്ലോ അതിലേക്ക് വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതി. ഇതിന് വേണ്ടിയിട്ട് സ്റ്റീമറോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കുന്നു മാത്രം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്റ്റീമർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ അച്ചോ സ്റ്റീമറോ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ജസ്റ്റ് അവരെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു രസമായിരിക്കും. കാരണം കൈയൊന്നും വേദനിക്കില്ലല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവല്ലേ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാം ഞാൻ ഈ രീതിയിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പാൽ കവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞാൽ മതിയാവും. അതിന് പിന്നെ കഴുകി ക്ലീൻ ആക്കി ഉണക്കി വെക്കേണ്ട പാടില്ല. നല്ല എളുപ്പമല്ലേ. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഓയിൽ കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്തെടുക്കാം. നേരത്തെ ഞാൻ പിഴിഞ്ഞെടുത്തതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വേണ്ടി വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ത് ഈസി ആയിട്ടാണ് നമുക്കിവിടെ ഇടിയപ്പത്തിൻ്റെ മാവ് വരുന്നത് നിങ്ങൾ ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ.
അപ്പം നമുക്കെല്ലാം ഈ രീതിയിൽ പിഴിഞ്ഞെടുത്തതൊക്കെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ സ്റ്റീമറിൽ മാത്രമല്ല പ്ലേറ്റിലും നമ്മൾ ചോറ് തിന്ന പ്ലേറ്റിലും ഇതുപോലുള്ള തട്ടിലും ഒക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതുപോലെ സ്റ്റീൽ പ്ലേറ്റ് ഒന്നും ഇല്ലെങ്കിൽ, സ്റ്റീമർ ഇല്ലെങ്കിൽ നമുക്ക് ചിരട്ട ഉണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് യൂസ് ചെയ്ത 2 ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുഞ്ഞതായിട്ടൊന്ന് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സേവനാഴിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, സേവനാഴി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കവർ ഉപയോഗിച്ചും ഈ രീതിയിൽ തന്നെ ഇതിലേക്കൊന്ന് പിഴിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. അന്നേരം ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, സ്റ്റീമർ ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ചോറ് തിന്ന പ്ലേറ്റിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതി. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചിരട്ടയിലും ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. മാർക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്ന തട്ട് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ. അതൊന്നും വാങ്ങിച്ച് നമ്മൾ പൈസ കളയേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ കളയുന്ന ചിരട്ട ഉണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ഇടിയപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. 5 പൈസ ചിലവുമില്ല. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചിരട്ടയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ചിരട്ടയിൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഡലി തട്ടിൻ്റെ ഈ ഒരു തട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആവി കയറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലുള്ള ചോറിൻ്റെ പ്ലേറ്റിലാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 2 എണ്ണം കൂടി ഈ സൈഡിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2 എണ്ണം മാത്രം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ ഇഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഓട്ടയുള്ള പാത്രം ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കിത് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഓൾറെഡി വെന്ത മാവല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്കിത് ചിരട്ടയിൽ നിന്നും ഇളകി വരികയും ചെയ്യും, നമ്മൾ എണ്ണയൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടോട് കൂടെ നമുക്കിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. അപ്പോൾ രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ നിങ്ങൾക്ക് സ്റ്റീമർ ഇല്ല, അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ അച്ചില്ല എന്നൊന്നും പറഞ്ഞ് ഉണ്ടാക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ രീതിയിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.